ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. ആൻഡ് നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് ഡേ ആയിരുന്നു. നമുക്ക് കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ആളല്ല ഫസ്റ്റ് കിട്ടിയത്. എനിവേ എന്തായാലും നമുക്ക് നോക്കാം. ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഷാനവാസിക്ക് നല്ലപോലെ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. എനിവേ കൺഗ്രാറ്റ്സ് അനുമോൾ ഫോർ വിന്നിങ് ദ ഷോ. സെക്കൻഡ് ലേഡി വിന്നറാണ് അനുമോൾ. ഓക്കെ ഫൈൻ. ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഷാനവാസിക്കയുടെ കാര്യം കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യം അക്ബർ പോയി, പിന്നെ നെവിൻ പോയി. അതിന് ആദ്യത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ലെറ്റർ എടുക്കുന്ന ടാസ്ക്. ആ ടാസ്കിൽ ഷാനവാസിക്കയുടെ ലെറ്റർ മാത്രം കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി. ഇനിയിപ്പോൾ ലെറ്റർ കിട്ടാത്ത ആൾ എവിറ്റായി പോവുകയാണോ? അതായത് ഫസ്റ്റ് തന്നെയാണല്ലോ എവിഷൻ നടക്കുന്നത്. അപ്പോൾ 5th പൊസിഷനിലേ ഉള്ളൂ ഷാനവാസിക്ക. അത് ഭയങ്കര അങ്ങ് നമുക്ക് എന്താ പറയുക, നെഞ്ചെടുപ്പൊന്ന് കൂടി ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് ബിഗ് ബോസ് പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു, അപ്പോൾ അക്ബർ പോകുന്നു, അതിനുശേഷം നെവിൻ പോകുന്നു. ടോപ്പ് 3 അപ്പം നമ്മൾ ഉറപ്പിച്ചു. അതിന് മുന്നേ ആയിട്ട് ഏഷ്യാനെറ്റുകാർ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 അവർ എഗോ അക്ബറിൻ്റെ കാര്യങ്ങൾ, 4 അവർ എഗോ ഷാനവാസിക്കയുടെ കാര്യങ്ങൾ, 3 അവർ എഗോ നെവിൻ്റെ കാര്യം, 2 അവർ എഗോ അനീഷിൻ്റെ കാര്യം, 1 അവർ എഗോ അനുമോളുടെ കാര്യം. അങ്ങനെ ആയിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ ഹിൻറ്റ് തന്നേക്കുവാണ്. 5th പൊസിഷൻ അക്ബർ, 4th പൊസിഷൻ ഷാനവാസിക്ക, 3rd പൊസിഷൻ നെവിൻ, 2nd പൊസിഷൻ അനീഷ് ആൻഡ് 1st പൊസിഷൻ അനുമോൾ. അങ്ങനെ ഹിൻറ്റ് തന്നേക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴും ഭയങ്കര, അതായത് അക്ബർ പോയതിന് ശേഷം ഒരു 2nd എവിക്ഷനിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നമ്മളൊക്കെ എന്താ പറയുക, ആ ഒരു സ്റ്റേറ്റ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ പോയി, അപ്പം നെവിൻ പോയി. അപ്പോൾ ഓക്കെ ടോപ്പ് 3, പിന്നെ ഷാനവാസിക്ക്. അപ്പോൾ ടോപ്പ് 3 എങ്കിലും ഉറപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം പലവരും പറഞ്ഞിരുന്നത് ഷാനവാസിക്ക 4th പൊസിഷനിലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ടോപ്പ് 3 കിട്ടണമായിരുന്നു. അക്ബറിനേക്കാളും നെവിനേക്കാളും മുന്നിൽ നിൽക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ അത് സാധിച്ചു. പിന്നെ ഷാനവാസിക്ക ഓൾറെഡി സ്റ്റേജിലേക്ക് വരുന്നു. ഷാനവാസിക്കയുടെ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും ഇങ്ങനൊരു സ്ക്രീൻ പ്രസൻസ് കിട്ടിയ ഒരാൾ വേറെ ഇല്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ആക്ഷനും പുള്ളിക്കാരൻ്റെ ആ നടത്തവും ആ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ട് തല ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നടത്തമൊക്കെ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനാണ് സത്യം പറഞ്ഞ മാസ് വീഡിയോസ് കാണുമ്പോൾ. ഷാനവാസിക്കയുടെ ഐ എം വെരി ഹാപ്പി ടു. ഞാനൊരു വലിയൊരു ഫാനാണ് ഷാനവാസിക്കയുടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നുകയാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ശരിക്കും ആദ്യമൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ കൂടിയും പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസിക്കനെ സ്റ്റേജിലേക്ക് വിളിക്കുകയും ലാലേട്ടൻ പറഞ്ഞു ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ടും അങ്ങ് എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ബിക്കോസ് ടോപ്പ് 2 ഡിസേർവിങ് ആയിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞതാണ് ഷാനവാസിക്ക ടോപ്പ് 2 ആയിരിക്കുമെന്ന്. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിക്ക എക്സ്പെക്റ്റ് ചെയ്തത് എന്താണ്, ടോപ്പ് 2 ആണ്. അനീഷും ഷാനവാസിക്കയും കൂടെ ഒരുമിച്ച് കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഷാനവാസിക്ക വിചാരിച്ചത്. അതായിരുന്നു ഷാനവാസിക്കയുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. വിന്നർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല ഷാനവാസിക്കൊക്കെ. ദ വേ ഹി ടോൾ ടു ഷാനവാസിക്ക, ലാലേട്ടൻ ഷാനവാസിക്കയോട് സംസാരിച്ച ആ ഒരു രീതി, നിങ്ങൾ ടോപ്പ് 2 ഡിസേർവിങ് ആണ്, 100 പിന്നെ പറഞ്ഞു 100 ദിവസം നിൽക്കാൻ പറ്റുമെന്ന് വലിയൊരിതാണ്. ആൻഡ് ദ വേ ഹി ഹഗ്, അതായത് ഒരു എന്താ പറയുക, ഒരു ഉമ്മ ചോദിച്ചില്ല സത്യം പറഞ്ഞ ഷാനവാസിക്ക. എന്നിട്ട് പോലും ഷാനവാസിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ, ഭയങ്കര എനിക്ക് ആ ഒരു എന്താ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുന്ന പോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ദ വേ ഹി ഹഗ്, ദ വേ ഹി കിസ്, അതെല്ലാം ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷനാണ് സത്യം പറഞ്ഞാൽ. അതിനുശേഷം ആ ലെറ്റർ കൊടുക്കുന്നു. അതിന് ഭാഗ്യം കിട്ടിയത് ഷാനവാസിക്ക്. കാരണം അകത്ത് നിന്ന് ആർക്കും ലെറ്റർ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഷാനവാസിക്ക് ആ ലെറ്റർ കിട്ടുന്നു. ഐ എം വെരി ഹാപ്പി. പിന്നെ പറയുന്നുണ്ട് എല്ലാ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഷാനവാസിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരട്ടെ. ഫിലിമിന് അഭിനയിക്കുക, കാരണം ഫിലിമിൽ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ലപോലെ കിട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു ഫിലിമിലൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റട്ടെ. എല്ലാം കൊണ്ടും ഞാനും പ്രാർത്ഥിക്കുന്നു. മൈ പ്രേയേഴ്സ് വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു ഷാനവാസിക്ക. അപ്പം ആ ഒരു ടൈം, അതായത് ലാലേട്ടൻ ഷാനവാസിക്ക ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനായിരുന്നു. എനിക്ക് സങ്കടം തോന്നി ഷാനവാസിക്ക എവിക്റ്റായി പോയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. ആൻഡ്
ഓൾസോ അനീഷിനും വിഷമം ഉണ്ടായെന്ന് എനിക്ക് തോന്നി, ബിക്കോസ് ദ വേ ഹി ഹഗ് ഓൾസോ, ലാസ്റ്റ് ഹഗ് ചെയ്യാൻ നേരം കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ അനീഷിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. ആൻഡ് ഓൾസോ എനിവേ നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ഈ 10 മണിക്ക് എയർപോർട്ടിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോകാൻ പറ്റുന്നവർക്ക് മാക്സിമം പോവുക, സപ്പോർട്ട് ചെയ്യുക, നമുക്കൊരു കപ്പ് കൊടുക്കാം. നമ്മുടെ സ്നേഹമാണ് ഷാനവാസിയുടെ കപ്പ് എന്ന് പറയുന്നത്, അത് നമുക്ക് കൊടുക്കാം. സ്നേഹം മാത്രമേ ഇനിയും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഷാനവാസിക്ക് എന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആൻഡ് ഓൾസോ കൺഗ്രാറ്റ്സ് ടു അനുമോൾക്കും ഒരു കൺഗ്രാറ്റുലേഷൻ. പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് PR ആണ് എന്ന്. അത് ഓൾസോ എനിക്ക് മനസ്സിലായത് വിനുവിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹീ സെഡ്, വിനു പറഞ്ഞിരുന്നത് വിനു കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ 50 ദിവസത്തിന് മുൻപേ എവിക്റ്റായി പോകേണ്ട ഒരു വ്യക്തിയാണ് എന്ന് അനുമോളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ PR അവിടെ ജയിച്ചു, ജനങ്ങൾ തോറ്റു എന്നുള്ളൊരു സങ്കല്പമാണ് ഇപ്പം വരുന്നത്. എനിവേ ഷീ ഈസ് ഓൾസോ ഡിസേർവിങ്, അത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. എനിവേ ഷാനവാസിക ടോപ്പ് 3 ആയതിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. ആൻഡ് ഐ ബി എ പാർട്ട് ഓഫ് ദ ഫാനിൽ ഞാനും ഉണ്ട് എന്നറിഞ്ഞതിൽ ഞാനും ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട്. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.